വീണുപോയവനെ ചവിട്ടിത്താഴ്ത്തുന്നതല്ല, എഴുന്നേൽപ്പിച്ചു നിർത്തുന്നതാണ് രാഷ്ട്രീയം. ആ രാഷ്ട്രീയം പഠിച്ചവനെ ഒരു നല്ല നേതാവാകാൻ കഴിയുകയുള്ളൂ. അത് തെളിയിച്ചിരിക്കുകയാണ് ഇവിടെ ടി സിദ്ദിഖ്. 1-ാം നമ്പർ കേരളത്തിലെ ഹൈടെക് ക്ലാസ് മുറികൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ മന്ത്രി നിങ്ങൾ അറിയാതെ പോയൊരു കഥയുണ്ട്. തന്റെ ജീവിത പ്രാരാബ്ധങ്ങളിൽപ്പെട്ട പഠനം ഉപേക്ഷിക്കേണ്ടി വന്ന വിജിഷ്ണ എന്ന പാവം പെൺകുട്ടിയുടെ കഥ. പ്രൊജക്ടറുടെ നീല വെളിച്ചത്തിലിരുന്ന കുട്ടികൾ പഠിക്കുമ്പോൾ തന്റെ ഇല്ലായ്മയെ മനസ്സിലാക്കിയവൾ നേഴ്സാകണമെന്ന ആഗ്രഹം പോലും ഉപേക്ഷിച്ച് വീട്ടിലിരുന്ന് കരയാൻ തുടങ്ങി. അവൾക്ക് തണലായി എത്തിയത് ഒരു സർക്കാരിന്റെയും ബോർഡ് വെച്ച കാറുകളിൽ വന്നിറങ്ങിയവരല്ല. അവിടെ എത്തിയത് ടി സിദ്ദിഖ് എന്ന MLA ആണ്. ഒരു കുട്ടിക്ക് പോലും പഠനം മുടങ്ങരുത് എന്ന നിശ്ചയദാർഢ്യത്തിൽ നിന്നും വളർന്ന കോൺഗ്രസ് നേതാവ്. അദ്ദേഹം വിജിഷ്ണയുടെ അടുത്ത് ഓടിയെത്തി. അവൾക്കിനി പഠിക്കാനുള്ള സൗകര്യവും അവളുടെ ആഗ്രഹപ്രകാരം നേഴ്സാക്കാമെന്ന് അദ്ദേഹം വാക്കുറപ്പിച്ചു നൽകി. പഠനം പാതിവഴിയിൽ മുടങ്ങിയ വയനാട് മുപ്പൈനാട് കൈരളി ഉന്നതിയിലെ വിജിഷ്ണയുടെ പഠനം ടി സിദ്ദിഖ് MLA ഏറ്റെടുത്തു എന്ന വാർത്തയാണ് മനസ്സിനെ കുളിരണിയിപ്പിച്ചിരിക്കുന്നത്. മീഡിയ 1 ചാനലായിരുന്നു ഈ കുഞ്ഞിന്റെ പഠനം പാതിവഴിയിൽ മുടങ്ങിയ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. അതിനുശേഷമാണ് അദ്ദേഹം കുട്ടിയുടെ വീട്ടിലെത്തുകയും മുഴുവൻ പഠന ചെലവും ഏറ്റെടുക്കുകയും ചെയ്തത്. പാതിവഴിയിൽ മുടങ്ങിയ പഠനം തുടരണം എന്ന ആഗ്രഹം ഉള്ളിൽ കൊണ്ട് നടക്കുമ്പോഴും മണ്ണും കത്തിയും കോലും ഒക്കെ ആയുധമാക്കി വിജിഷ്ണ ശില്പങ്ങൾ ഉണ്ടാക്കിയിരുന്നു. പ്രതിസന്ധികൾക്ക് നടുവിലും ഒഴിവു സമയങ്ങളിൽ വിജിഷ്ണ മണ്ണുകൊണ്ട് ശില്പങ്ങൾ നിർമ്മിച്ചു. വീടിന് പരിസരത്തും വയലിലും ഒക്കെ മണ്ണുകൾ ശേഖരിച്ചവൾ ശില്പം ഉണ്ടാക്കി തീർത്തു. അമ്മയുടെ അസുഖത്തെ തുടർന്ന് +2 പഠനം പാതിവഴിയിൽ നിർത്തേണ്ടി വന്നു. അമ്മയുടെ പരിചരണവും വീട്ടിലെ ജോലി ഭാരവും എല്ലാം ചുമലിലേറ്റിയാണ് വിജിഷ്ണ തന്റെ ഇഷ്ടവിനോദമായ ശില്പനിർമ്മാണം കൂടി ഒപ്പം കൊണ്ടുപോയത്. അച്ഛൻ ബാബു കൂലിപ്പണിക്ക് പോകുന്നതാണ് കുടുംബത്തിന്റെ ഏക വരുമാന മാർഗം. അവിടെയാണ് കരുതലിന്റെ കരമായിട്ട് സിദ്ദിഖ് എത്തുന്നത്. താങ്ങാൻ ആളുണ്ടെങ്കിൽ തളർച്ച കൂടുന്നതല്ല ഒരു നേതാവിന്റെ ലക്ഷണം. താങ്ങുവേണ്ടവർക്ക് താങ്ങായി മാറുന്നതായിരിക്കണം ഒരു നേതാവ്. അത് സിദ്ദിഖ് തെളിയിച്ചു. മീഡിയ 1 പുറത്തുവിട്ട വീഡിയോ ദൃശ്യങ്ങൾ കൂടി കാണാം. ന്യൂസ് പുറത്തുവിട്ട ഈ ചാനലിന് മീഡിയ 1 ചാനലല്ലേ, മീഡിയ 1ന് നമ്മൾ കൽപ്പറ്റ നിയോജകമണ്ഡലത്തില് വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവാണ്. തുടക്കത്തിൽ നീറ്റ് നെറ്റ് എക്സാമിനേഷൻ സെന്റർ മുതൽ സ്പാർക്ക് വിദ്യാഭ്യാസ പദ്ധതി മുതൽ പല കാര്യങ്ങളും നടത്തി വിദ്യാർത്ഥികളെ എംപവർ ചെയ്യാനുള്ള നടപടികളാണ് എടുത്തു മുന്നോട്ട് പോകുന്നത്. ഈ വാർത്ത മീഡിയ 1 വാർത്ത പുറത്തു വന്ന ഉടനെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്പോൺസർഷിപ്പ് ഉൾപ്പെടെ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. വിജിഷയ്ക്ക് പഠിക്കാൻ എന്തൊക്കെ സംവിധാനം വേണോ അത് മുഴുവൻ ഒരുക്കും. മാത്രമല്ല, ഞാനിപ്പോൾ പ്രിൻസിപ്പളെ വിളിച്ചു, മനോജ് മാഷെ വിളിച്ചു, തോമാട്ടയിലെ സ്കൂളിലെ, ആനപ്പാറ സ്കൂളിലെ ലിജി ടീച്ചറെ വിളിച്ചു. കുട്ടിക്കുള്ള സ്റ്റഡി മെറ്റീരിയൽ അവിടെ തന്നെ കൊടുക്കുന്നു പറഞ്ഞു. കുട്ടിക്ക് പോകാനും വരാനും അനുബന്ധ സംവിധാനങ്ങൾക്കുള്ള സാമ്പത്തികം, സ്റ്റഡി മെറ്റീരിയൽ ഉൾപ്പെടെയുള്ള അതിനുള്ള സാമ്പത്തികം കൈമാറും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, വിജിഷ്ണ പഠിച്ച് +2 കഴിഞ്ഞാൽ വിജിഷയ്ക്ക് വാർത്തയിൽ പറഞ്ഞ ഏറ്റവും വലിയ ആഗ്രഹം നേഴ്സാവണം എന്നുള്ളതാണ്. സൗജന്യമായി BSc നഴ്സിംഗ് പഠനം അത് ഏനപ്പൊയ്യ ഡീംഡ് യൂണിവേഴ്സിറ്റിയിൽ ഹോസ്റ്റൽ, മെസ്സ്, സ്റ്റഡി മെറ്റീരിയൽ എല്ലാ ഫെസിലിറ്റീസോടും കൂടി പഠിക്കാനുള്ളതായിരിക്കുന്ന ഓഫറും ഞാൻ വിജീഷയുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്, ഫാമിലിന്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നല്ല മിടുക്കിയായിട്ട് പഠിക്കട്ടെ, അവർ വളരട്ടെ. കുട്ടിയുടെ പഠനത്തിനുള്ളതായിരിക്കുന്ന സാമ്പത്തിക സംവിധാനം മുഴുവൻ ക്രമീകരിക്കാൻ തീരുമാനിച്ചു. പ്രൈഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ഇന്റർ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. ഞാൻ രാവിലെ തന്നെ എൻ്റെ അടുത്ത സുഹൃത്താണ് അതിന്റെ CEO, ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു. അവരതിനുള്ള എല്ലാ ഫെസിലിറ്റീസും ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ഞാൻ പേഴ്സണലി ടേക്ക് ഓവർ ചെയ്യും. ഒരു കാരണവശാലും പഠനത്തിന് ഒരു ബുദ്ധിമുട്ടും കുട്ടിക്കുണ്ടാവില്ല. എനിക്ക് വേണ്ടിയിട്ട് എനിക്ക് പഠിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കി തന്ന MLAക്ക് ഒരുപാട് നന്ദി പറയുകയാണ്. പിന്നെ ഇത് ഈ ന്യൂസ് പുറത്തുവിട്ട ഈ ചാനലിന് മീഡിയ 1 ചാനലല്ലേ, മീഡിയ 1ന് സന്തോഷായി. എൻ്റെ മോക്ക് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയതിൽ ഒരുപാട് നന്ദിയുണ്ട്. MLAയോട് പ്രത്യേകമായിട്ട് നന്ദിയുണ്ട്.